Here we discuss the death of stars. So the stars often live millions of years or billions of years, and some stars even live hundreds of billions of years. അപ്പോൾ സ്റ്റാർസിന്റെ ലൈഫ് ടൈം ഇത്രയും വലിയൊരു ലൈഫ് ടൈം ആണ്. അപ്പൊ ഏർത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റാറിന്റെ ഡെത്ത് പറയാൻ പറ്റുക? കാരണം എർത്തിന്റെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം 4.5 ബില്യൺ ഇയേഴ്സ് ആണ്. ആൻഡ് എസ്ട്രോണമി സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10,000 ഇയേഴ്സ് ഒക്കെ ആയിട്ടുള്ളൂ. അപ്പൊ അതിന് ഇടക്ക് ഒരു സ്റ്റാറിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഡെത്തിലെത്താനുള്ള സമയമായിട്ടില്ല. So, but it is possible to observe many different ways in which star can end its life. അപ്പോൾ ഓൾറെഡി എമർജ് ചെയ്ത ചില സ്റ്റാർസ് ഇപ്പോ അതിന്റെ എൻഡ് സ്റ്റേജിൽ ഡെത്ത് സ്റ്റേജിലാണ്. അപ്പൊ അതെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാറിന്റെ ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. So here also the mass of the star decide how it will end its life. So the death of the star is decided by the mass of the star. So the low mass stars end their lives forming beautiful structures called planetary nebulae before proceeding into small ever cooling white dwarf stars. White dwarf star എന്ന് പറയുന്ന സ്റ്റാറിന്റെ ഡെത്ത് സ്റ്റേജ് ആണ്. അപ്പൊ അത് എത്തുന്നതിന് മുന്നേ ഒരു പ്ലാനറ്ററി നെബുല ആയിട്ട് മാറിയിട്ടാണ് ലോ മാസ് സ്റ്റാർസ് അതിന്റെ ലൈഫ് എൻഡ് ചെയ്യുന്നത്. But the high mass stars end their life by exploding, that is by forming supernovae. അപ്പോൾ ലോ മാസ് സ്റ്റാർസ് പ്ലാനറ്ററി നെബുലെ ഫോം ചെയ്തിട്ട് അതിന്റെ ലൈഫ് എൻഡ് ചെയ്യുന്നു. ആൻഡ് ദി ഹൈ മാസ് സ്റ്റാർസ് വിൽ ഫോം സൂപ്പർനോവെ ബിഫോർ ഇറ്റ്സ് ഡെത്ത്. Okay, so now here we discuss the death of low mass stars first. So, and for that we discuss the asymptotic giant branch or Agb. So we have already seen how the low mass stars behave after leaving the main sequence. Low mass stars means stars having mass of about 4 times solar mass and less than this value. ഇപ്പൊ 4-നേക്കാളും താഴെയുള്ള ഈ ഭാഗത്ത് വരുന്ന ഈ 3 എവല്യൂഷണറി ഈ ട്രാക്ക് കാണിക്കുന്ന സ്റ്റാർസ് നമ്മൾ ലോ മാസ് സ്റ്റാർസ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, സോ ഇൻ ദി സ്റ്റാർസ് വെൻ ദി കോർ ഹൈഡ്രജൻ ബേണിംഗ് സീസസ്, നിങ്ങൾക്ക് അറിയാം ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് കോറിൽ ബേൺ ചെയ്തു ആൻഡ് ദി കോർ വിൽ സ്ട്രിങ്ക് ആൻഡ് ഹീറ്റ് അപ്പ് ദി സറൗണ്ടിങ് ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് therefore the hydrogen shell burning begins. We have already discussed this. അപ്പോൾ കോറിലുള്ള ഹൈഡ്രജൻ തീർന്നിട്ട് അവിടെ ഷെല്ലിൽ ഹൈഡ്രജൻ ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യും. So the outer layers of the star will expand but also cool. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും, അത് പക്ഷെ അതിന്റെ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും. അപ്പൊ അത് ഒരു റെഡ് ജയന്റ് സ്റ്റേജിലായിരിക്കും അന്നേരം. ലാർജ് സൈസുമാണ്, കൂളർ ആയതുകൊണ്ട് റെഡ് കളർ. So the post-main sequence star will move up and to the right of the HR diagram, and as its luminosity increases and the temperature falls. അപ്പോ അത് കഴിഞ്ഞ് അപ്പോ ഇതിങ്ങനെ ഈ റെഡ് ജയന്റ് ആയിട്ട് ഇറ്റ് ഗോസ് ടു ദി റൈറ്റ് സൈഡ് ഓഫ് ദി HR ഡയഗ്രാം. സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലോ മാസ് സ്റ്റാർസിന്റെ കേസിലാണ് നോക്കേണ്ടത്. luminosity increases and but the temperature decreases. So this is the red giant branch of the HR diagram. So this one is the red giant branch of the HR diagram. So the next stage involves the onset of helium burning. So ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാം helium burning start ചെയ്തു ഈ പോയിന്റിൽ എത്തുമ്പോൾ. So if the star has a high mass, ഈ low mass stars തന്നെ ഒരു 2-3 times solar mass above ആണെങ്കിൽ this helium burning starts gradually. അതിന് സമയം എടുക്കും. But if the star has a lower mass less than 2 times solar mass ആണെങ്കിൽ അവിടെ there will be helium flash. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് helium flash സ്റ്റാർട്ട് ചെയ്യുന്നു. But no matter which way it starts, the result of helium burning is that the core actually cools down and there will be a slight decrease in luminosity. അപ്പോൾ ഈ ലോമാ സ്റ്റാർസിലെല്ലാം ഹീലിയം ബേണിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ആവട്ടെ ഫ്ലാഷ് ഇല്ലാതാവട്ടെ
there is a decrease in luminosity. അത് ഈ point ആണ് കാണിക്കുന്നത്. So we have already discussed all this, and the outer layers of the star also contract a little, heating up the process. So the evolutionary track of the red giant moves left across the HR diagram. ഇത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. outer layers contract ചെയ്യുന്നു, luminosity കുറയുന്നു, and temperature slightly increase ചെയ്യുന്നു. contract ചെയ്യുമ്പോൾ temperature increase ചെയ്യുന്നതുകൊണ്ട് ഇത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. So the luminosity during this phase remains more or less constant. ഇപ്പൊ luminosity ഇതിൽ ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഇതില്, and it's the path is nearly horizontal. കണ്ടോ ഇവിടെ വരുന്നത് പോലെ ഇത് horizontal region ആണ്. path is nearly horizontal and it is called horizontal branch. So on the horizontal branch, the stars in which the helium burning is occurring in the core, which in turn surrounded by a shell of hydrogen burning. അപ്പൊ കോറിൽ ഹൈഡ്രജൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ ഹീലിയം ബേണിംഗ് ആണ്. പക്ഷെ ഷെല്ലിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്, ഷെല്ലിൽ ഹൈഡ്രജൻ ബേണിംഗ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. So such stars are often found in globular clusters. So now we can look at the next stage of star's life. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ ബേണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഹീലിയം ബേണിംഗ് വന്നു. ഈ ഹീലിയം ബേണിംഗിലാണ് ട്രിപ്പിൾ പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ആ ഹീലിയം കൂടെ ന്യൂക്ലിയർ ഫ്യൂഷൻ ആകുമ്പോൾ ഇതിന്റെ ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് കാർബണും ഓക്സിജനും ആണ്. ആൻഡ് ആഫ്റ്റർ എ സ്യൂട്ടബ്ലി ലോങ് പീരീഡ് ഓഫ് ടൈം, ഫോർ എക്സാമ്പിൾ 100 million years ഒക്കെ എടുക്കുമ്പോൾ വി ക്യാൻ എക്സ്പെക്ട് ഓൾ ദി ഹീലിയം ഇൻ ദി കോർ ഹാവ് ബീൻ കൺവെർട്ടഡ് ഇൻ ടു കാർബൺ ആൻഡ് ഓക്സിജൻ. അപ്പൊ ഇത്രയും സമയത്തിനുള്ളിൽ അതിലുള്ള ഹീലിയം ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയമായിട്ട് എല്ലാം കാർബണും ഓക്സിജനും ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ടാവും. there is no helium in the core. So that means the core helium burning process will stop. So there will, in the absence of nuclear fusion, result in a contraction of the core because there is no energy source to provide the internal pressure necessary to balance the force of gravity. അപ്പോൾ ഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. So there will be contraction in the core. So പ്രഷറിന് ഗ്രാവിറ്റിയെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. സോ ഗ്രാവിറ്റി കൂടിയിട്ട് ഇത് കോൺട്രാക്ട് ചെയ്യാണ്. The core contraction is stopped but by the degenerate electron pressure. അപ്പൊ ഇലക്ട്രോൺസിന്റെ degenerate electron pressure കൊണ്ട് ഇലക്ട്രോൺസ് എല്ലാം സെയിം ഡീജനറേറ്റിൽ വരുമ്പോൾ അവിടെ ഒരു degenerate electron pressure നമ്മൾ ഹീലിയം ബേണിംഗിൽ പറയുന്നു. അതുകൊണ്ട് core contraction കുറച്ച് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും. So as a result of the core contraction, there is a release of heat into the helium gas surrounding the core. The helium burning begin in a thin shell around the carbon oxygen core. ഇപ്പൊ കോറിൽ കംപ്ലീറ്റ്ലി കാർബൺ ഓക്സിജൻ ആണ്. അപ്പോൾ ഹീലിയം പക്ഷെ സറൗണ്ടിങ് ലേയേഴ്സിൽ ഉണ്ടാവും. അപ്പൊ ഇത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അത് ഹീറ്റ് എമിറ്റ് ചെയ്യുന്നു. ആ ഹീറ്റ് കൊണ്ട് സറൗണ്ടിങ് ലേയേഴ്സിലുള്ള ഹീലിയത്തിൽ ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യും, ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഷെല്ലിൽ ഹീലിയം ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. So this is called shell helium burning. അപ്പോൾ shell hydrogen burning പോലെ അവിടെ shell helium burning നടക്കുന്നു. So now an extraordinary thing happens. The star enters a second red giant phase. That means the history has repeated itself. അപ്പോൾ ആദ്യം red giant സ്റ്റേജിലേക്ക് പോയി again അവിടെ red giant സ്റ്റേജിലേക്ക് പോവാണ്. So the stars become red giants at the end of their main sequence lifetime. നമുക്കറിയാം മെയിൻ സീക്വൻസ് കഴിഞ്ഞത് റെഡ് ജയന്റ് സ്റ്റേജിലാണ്. ആ സ്റ്റേജിൽ ഷെൽ ഹൈഡ്രജൻ ബേണിംഗ് ഫേസ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. ഔട്ടർ ലെയേഴ്സ് ഓഫ് ദി സ്റ്റാർ എക്സ്പാൻഡ് ചെയ്യുകയും കൂൾ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇൻ എ സിമിലർ ഫാഷൻ ദി എനർജി ഫ്രം ദി ഹീലിയം ബേണിംഗ് ഷെൽ ഓൾസോ കോസസ് ദി ഔട്ടർ ലെയേഴ്സ് ടു എക്സ്പാൻഡ്. അപ്പൊ നേരത്തെ ഹൈഡ്രജൻ ബേണിംഗ് ഷെല്ലാണ് റെഡ് ജയന്റ് ഫേസിലേക്ക് പോകാനുള്ള റീസൺ എങ്കിൽ ഇവിടെ ഹീലിയം ബേണിംഗ് ഫേസ് ഷെല്ലാണ് outer layers expand ചെയ്യാൻ കാരണം. So the low mass stars rises into the red giant region of the XR diagram for a second time, but this time it has a greater luminosity. So this phase of star's life is called asymptotic giant branch phase or AGB. So this phase അപ്പൊ ആദ്യം റെഡ് ജയന്റിൽ പോയി പിന്നെയും അഗെയിൻ ദ റെഡ് ജയന്റ് ഫേസിലെത്തുന്ന ആ ഫേസിനെയാണ് നമ്മൾ AGB അല്ലെങ്കിൽ asymptotic giant branch എന്ന് പറയാം. And the stars on this branch are called AGB stars, which are the stars on the asymptotic giant branch. Okay, so the structure of AGB is shown in figure.
the central region is the region where carbon oxygen is completely carbon oxygen ആയി അതിന് ചുറ്റും അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് കംപ്ലീറ്റ് കാർബൺ ഓക്സിജൻ അതിന് ചുറ്റും ഒരു ഹീലിയം ബേണിംഗ് ഷെൽ ഉണ്ട് so which is surrounded by a helium rich shell അപ്പൊ അതിന് നേരത്തെ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ബേണിംഗ് ഷെല്ലും അവിടെ ഉണ്ട് so ഈ hydrogen burning shell is in turn surrounded by hydrogen rich outer layer. So അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് നോട്ട് ചെയ്യാം ഈ കോറിന്റെ സൈസ് ഏകദേശം എർത്തിന്റെ സൈസ് ആയിരിക്കും പക്ഷെ ഇതിലെ ഹൈഡ്രജൻ എൻവലപ്പ് ഇതിന്റെ സറൗണ്ടിങ് ഹൈഡ്രജൻ ലെയറിന്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലാർജ് ആസ് ദി ഓർബിറ്റ് ഓഫ് ദി എർത്ത്. So when a star has aged, the outer layers which are expanding cause the hydrogen burning shell also expand and thus cool. So the nuclear reactions occurring may cease. So initially the expand ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന്റെ luminosity കൂടുന്നുണ്ട് ടെമ്പറേച്ചർ കുറയുകയും ചെയ്യുന്നു റെഡ് ജയന്റ് ഫേസിലാണ് പക്ഷെ ഇത് ടെമ്പറേച്ചർ നന്നായി കുറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ റിയാക്ഷൻസ് വിൽ സ്റ്റോപ്പ്. ഓക്കെ ആൻഡ് ദി ലൂമിനോസിറ്റി ഓഫ് ദി AGB stars ആർ വെരി ഹൈ. അപ്പൊ ഒരു സോളാർ മാസ് ഉള്ള ഒരു AGB സ്റ്റാർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലൂമിനോസിറ്റി ഒരു 10,000 ടൈംസ് ദി ലൂമിനോസിറ്റി ഓഫ് ദി സൺ വരും. അപ്പൊ നമുക്കറിയാം ഈ സോളാർ മാസ് ഉള്ള ഒരു സ്റ്റാർ മെയിൻ സീക്വൻസിലാണെങ്കിൽ അതിന്റെ ലൂമിനോസിറ്റി 1 സോളാർ മാസ് ആയിരിക്കും കാരണം സണ്ണിന്റെ നമുക്കറിയാലോ അല്ലെ. പക്ഷെ ദി ലൂമിനോസിറ്റി എന്ന് പറയുന്നത് ഹീലിയം ഫ്ലാഷ് ഫേസിലാകുമ്പോൾ 1000 ടൈംസ് ദി സോളാർ ലൂമിനോസിറ്റി ആയിരിക്കും. സൺലൈക്ക് സ്റ്റാറിന്റെ ലൂമിനോസിറ്റി വെൻ ഇറ്റ് ഈസ് ഓൺ ദി ഹീലിയം ഫ്ലാഷ് ഫേസ് ആണെങ്കിൽ 1000 ടൈംസ് ദി ലൂമിനോസിറ്റി ആയിരിക്കും. അതേ സ്റ്റാറിന് AGB ഫേസിൽ എത്തുമ്പോൾ 10,000 ടൈംസ് ദി luminosity of sun. So we can assume that what will happen to the sun when it becomes an AGB star. So sun AGB star ആയിട്ട് എടുക്കാൻ ഒരു 8 billion years ഒക്കെ എടുക്കും. അപ്പോ സണ്ണിന്റെ ഇപ്പോഴത്തെ luminosity 1 L sun ആണ്. അത് ഹീലിയം ഫ്ലാഷിലാവും എത്തിക്കഴിഞ്ഞാൽ 1000 L sun ആയിരിക്കും. ആൻഡ് അത് AGB ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ 10,000 L sun ആയിരിക്കും. And there are many examples of AGB stars. Examples are Mira or Leonis, etc. Okay. അപ്പൊ ഇതില് M5 എന്ന് പറയുന്ന ഒരു ക്ലസ്റ്ററിന്റെ വേരിയസ് ബ്രാഞ്ചസ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ചാർട്ട് ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. ഒരു ഗ്ലോബുലാർ ക്ലസ്റ്ററിന്റെ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ റേഷ്യോ ഓഫ് ദാറ്റ് ബ്രൈറ്റ്നസ് ആണ് ഇവിടെ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. So this is the മെയിൻ സീക്വൻസ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ അതിന്റെ സ്റ്റാർ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അത് അപ്പൊ ഇവിടെ അതിന്റെ ടേൺ ഓഫ് പോയിന്റ് ആണ്. അത് കഴിഞ്ഞ് അത് റെഡ് ജയന്റ് ഫേസിലെത്തുന്നു. റെഡ് ജയന്റ് ഫേസ് നിന്ന് അതിന്റെ ലുമിനോസിറ്റി കുറയുന്നു, ടെമ്പറേച്ചർ കൂടിയിട്ട് ഹൊറിസോണ്ടൽ ബ്രാഞ്ച് യെല്ലോ ഹൊറിസോണ്ടൽ ബ്രാഞ്ച്. ദെൻ ഹൊറിസോണ്ടൽ ബ്രാഞ്ചിൽ നിന്ന് അത് ഗെയിൻ റെഡ് ജയന്റ് ഫേസിലെത്തുന്നു. അതാണ് AGB, the asymptotic red giant branch. Okay, so these are marked in the figure. അപ്പൊ ഈ ഫിഗറിൽ നിന്നും അത് ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ സീക്വൻസ് അത് അങ്ങനെ കഴിഞ്ഞ് റെഡ് ജയന്റ് ഫേസിലെത്തുന്നു. റെഡ് ജയന്റ് ഫേസിൽ നിന്ന് അതേ ഹൊറിസോണ്ടൽ ബ്രാഞ്ച് പിന്നെയും റെഡ് ജയന്റ് ഫേസിൽ കുറച്ചുകൂടെ ഹൈ ലൂമിനോസിറ്റി ആയിട്ട് എത്തുന്നു. അതാണ് AGB, asymptotic giant branch. So AGB branch അപ്പോ 3 times solar mass ഉള്ളതിന്റെ നോക്കുവാണെങ്കിൽ asymptotic giant branch, ഇത് horizontal branch, red giant branch and the main sequence. Okay, thank you.